ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സുധിമോളെ എന്താണ് നീ ഈ സ്കൂളിൽ പോയിട്ട് വീഡിയോ ഇടാത്തതെന്ന്. ഇടാതെ ഇട്ടേക്കുവാണ്. കാരണം ഫുള്ള് മ്യൂസിക്കായിരുന്നു അവിടെ. മ്യൂസിക് ഇല്ലാത്ത ഏരിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ കോപ്പിറൈറ്റ് അടിക്കുകയായിരുന്നു ഇടുമ്പോൾ. അപ്പോഴാണ് ഞാൻ ഓർത്ത് വോയിസ് ഓവർ കൊടുത്തിടാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഒത്തിരി സന്തോഷം. ഇത്ര വലിയ ആർട്ടിസ്റ്റുകളുടെയും ഇത്ര സിനിമ നടന്മാരുടെയും സംവിധായകരുടെയും പ്രൊഡ്യൂസറിൻ്റെയൊക്കെ കൂടെ ഈ ഒരു വലിയൊരു വേദി പങ്കിടാൻ കിട്ടിയതിൽ ഞാൻ ഒത്തിരി അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. കാരണം എന്നെപ്പോലെ ഒരാൾക്ക് ഇതുപോലെ വലിയൊരു സ്റ്റേജിൽ, അതും ഇതുപോലെ വലിയ ലോകം അറിയുന്ന വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ ഒപ്പം ഇരിക്കാൻ എനിക്ക് അവസരം കിട്ടിയതിൽ ഞാൻ ആദ്യം തന്നെ ദൈവത്തിനോട് നന്ദി പറയുന്നു. അതുപോലെ എന്നെ ആ വേദിയിൽ വിളിച്ചിരുത്താൻ കാണിച്ച സ്കൂൾ അധികൃതരോടും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇവരൊപ്പമൊക്കെ നമ്മൾ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു എന്നെ സംബന്ധിച്ചോളം. അപ്പം നമ്മുടെ നൗഷാദ് കുന്നേൽ നൗഷാദൊക്കെ എനിക്ക് പറഞ്ഞു, എടി മോനെ, നിനക്ക് നിൻ്റെ വില അറിയില്ലാഞ്ഞിട്ടാണ്. അപ്പോൾ നീ അവരൊപ്പമൊക്കെ ഇരിക്കാൻ കുഴപ്പമില്ല, ഞങ്ങൾ നിന്നെ ക്ഷണിച്ചിട്ടല്ലേ, എപ്പോഴും ഞങ്ങൾ ഉണ്ടാവും നിൻ്റെ കൂടെ എന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പം ഞാൻ അപ്പോഴും ചോദിച്ചു നൗഷാദൊക്കെ അടുത്ത്, നൗഷാദൊക്കെ ഞാൻ കയറണം, നൗഷാദൊക്കെ ഞാൻ ഈ താഴെ ഇരുന്നോളാം, അവരൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റുകളല്ലേ, അവരൊപ്പം ഒന്ന് ഇരിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഇതാണ്, യോഗ്യതയല്ല സുധിമോളെ, നിന്നെ ഇപ്പോൾ അവർ സ്കൂളിൽ നിന്ന് വിളിച്ചത് എന്തിനാണ്, അവരൊപ്പം ഈ വേദി പങ്കിടാൻ, നീ അത് ചെയ്യണം എന്ന് പറ. അതുപോലെ വന്ന ആ ഇരിപ്പൊക്കെ കണ്ടോ, നിങ്ങൾ ഇരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ സിമ്പിളായിട്ടിരിക്കുകയാണെന്ന്. ഒന്നുമല്ല, നെഞ്ച് പടക്കോ ശിങ്കാരിമളം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഓരോ ആൾക്കാരെയും പേര് വിളിച്ച് അതൊക്കെ എനിക്ക് ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ മ്യൂസിക് കാരണം കോപ്പിറൈറ്റ് അടിക്കും. 3 പ്രാവശ്യം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടും കോപ്പിറൈറ്റ് അടിക്കും. അപ്പോൾ എനിക്കത് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ ആൾക്കാരുടെയും ഫീൽഡും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് അവർക്ക് പൂവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ എല്ലാവരും പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ. പിന്നെ ഈ മാളവിക എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ ഞാൻ സത്യം പറഞ്ഞാൽ മഞ്ഞിൽ വിരിഞ്ഞ് പൂക്കൾ എന്നൊക്കെ പറഞ്ഞ സീരിയലുകളിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നേരിട്ട് ഇങ്ങനെ ജീവനോട് അടുത്തിരുന്ന് കാണാൻ പറ്റിയത് ഒത്തിരി സന്തോഷം. ഈ എഴുതിയിട്ട് ഇത് കൈ കൂപ്പുന്ന ആൾ ഈ സീരിയലിൻ്റെ സംവിധായകനാണ് കേട്ടോ. എന്നാലും ഭയങ്കര സന്തോഷമായിപ്പോയി. എൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ വീഡിയോ എടുക്കുന്നത്. അവർ എൻ്റെ അടുത്ത് ഇറങ്ങി വന്നപ്പോൾ പറയായിരുന്നു, അമ്മ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുമ്പോഴെല്ലാം കരഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ എടുത്തത്. കാരണം ഞങ്ങളുടെ അമ്മ ഇത്രയൊക്കെ ആയല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു. പിന്നെ അവരുടെ കൂട്ടുകാരെല്ലാം അവരെ വിളിച്ചിട്ടും പറയുന്നെന്ന് പറഞ്ഞാലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര അഭിമാനമായിപ്പോയെന്ന് പറഞ്ഞ് കൂട്ടുകാരൊക്കെ അവരടുത്ത് വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞ്, എടി നിൻ്റെ അമ്മ ഇത്രയും വലിയ ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റിയ സെലിബ്രിറ്റി ആയല്ലോ എടി എന്നൊക്കെ പറഞ്ഞ്. സത്യം പറഞ്ഞാൽ ഞാനെന്തോ ഈ പറഞ്ഞ പോലെ സ്വപ്നലോകത്താണോ അതോ ഒറിജിനലാണോ സത്യമാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാകാത്തൊരു അനുഭൂതിയിലാണ് ഞാൻ അവിടെ ഇരുന്നത്. അതുപോലെ തന്നെ ഞാൻ സംസാരിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആ സമയം ഞാൻ സംസാരിക്കാൻ വിളിക്കുന്ന സമയത്ത് കൊച്ചുങ്ങളെന്തോ ഫുഡ് കഴിക്കാനല്ല സുണ്ടപ്പൻ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുകയും ബഹളമൊക്കെ ആയിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അമ്മ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ പറഞ്ഞു, സാരമില്ല, കുഴപ്പമില്ല മോനെ എന്ന് പറഞ്ഞു. കാരണം എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് സംസാരിച്ചു. വളവള വർത്താനമൊന്നും അല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ സംസാരിച്ചു. അതുതന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു കേട്ടോ. പിന്നെ ഷാജു ചേട്ടനൊക്കെ നേരിട്ട് കണ്ടപ്പം ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ദൃശ്യ സിനിമയിലെ കാറിൻ്റെ അകത്ത് കയറ്റി വെള്ളത്തിൽ മുക്കിക്കൊന്ന ചെറുക്കനും ഉണ്ടായിരുന്നു കേട്ടോ. അവനൊക്കെ എനിക്കറിയാൻ പാടില്ല, ഞാൻ ഏതോ ഒരു ലെവലിലായിരുന്നു. വലിയ സിനിമാ നടന്മാരല്ല അവരെയൊക്കെ കൂടെ ഇത്രയും വലിയൊരു വേദിയിൽ എനിക്ക് ഇരിക്കാൻ പറ്റിയതിൽ സന്തോഷം. പിന്നെ അവർ മൈക്കിൽ കൂടെ വിളിച്ച് പറഞ്ഞൊരു കാര്യം, ചന്ദ്രൂർ നാടിൻ്റെ അഭിമാനം, ചന്ദ്രൂർ എന്ന് പറയുന്ന വാക്കിനെ എല്ലാവരിലോട്ട് എത്തിച്ചു. പിന്നെ സ്കൂളിൽ ഞങ്ങളുടെ കുട്ടികളുടെ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി അഭിസംബോധന ചെയ്തു. അതൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ ആ സ്കൂളിൽ പിള്ളേർക്ക് ചോറ് കൊടുക്കാനോ അല്ലെങ്കിൽ PTA മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ആനിവേഴ്സറിക്കൊക്കെ ഒരു മൂലയിൽ പോയി കസേര ഇട്ടിരിക്കുന്ന ഞാൻ ഇത്രയും വലിയൊരു സ്റ്റേജിൽ ഇത്ര ആർട്ടിസ്റ്റുകളുടെ കൂടെ നിരന്നിരിക്കാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി അഭിമാനിക്കുന്നു ഞാൻ. കാരണം എൻ്റെ ദൈവത്തിൻ്റെ കരുണയായിരിക്കും. കാരണം എൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത്, എൻ്റെ മടിയിൽ കിടന്ന് മരിക്കുന്ന സമയത്ത് അമ്മച്ചി എൻ്റെ തലയിൽ തൊട്ട് എന്നെ അനുഗ്രഹിച്ചിട്ട് എൻ്റെ മകൾ നന്നായി വരുമെന്ന് പറഞ്ഞിട്ട് കണ്ണടച്ച് ആ ഒരു അനുഗ്രഹമായിരിക്കും എന്നെ ഈ ലെവലിൽ എത്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പിന്നെ ജനങ്ങളിലോട്ടുള്ള എന്നെ സ്നേഹിക്കുന്നവരുടെ സ്നേഹം, സപ്പോർട്ട്, അതൊക്കെയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. എനിക്ക് മുന്നോട്ട് പോയ പ്രചോദനം അതുതന്നെയാണ് കേട്ടോ. അങ്ങനെ ഒത്തിരി നേരം അങ്ങനെ പോയതിന് ശേഷം ഓരോരുത്തരെ വിളിച്ച് സംസാരിപ്പിക്കുക എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ച് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കോമഡി നടന്നു കേട്ടോ.
കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബിലൊക്കെ ചെറുതായിട്ടൊന്ന് വൈറലായില്ലായിരുന്നോ? ഒരു ചേച്ചി സ്റ്റേജിൽ നിന്ന് കസേര മറിഞ്ഞിട്ട് താഴെ പോയ സീൻ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ ആ ഏറ്റവും സൈഡിലാണ് ഇരുന്നത്. അപ്പോൾ അടുത്തിരിക്കുന്ന സാറും മാളവിക എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, സുധിമു ചേച്ചി മറ്റേ കഴിഞ്ഞ ദിവസം വൈറലായ ഉമയോ അങ്ങനെ എന്തൊരു പേര് പറഞ്ഞിട്ട് അവർക്ക് സംഭവിക്കരുത് കേട്ടോ എന്ന്. അപ്പം ഞാൻ ഉടനെ പറഞ്ഞു, ഞാൻ അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഇഴഞ്ഞു കുത്തിയാളല്ലോ എഴുന്നേറ്റ് ഓടുവെന്ന് ഞാൻ പറഞ്ഞ ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. എന്നാലും പക്ഷേ അവരിത്ര വലിയ ആർട്ടിസ്റ്റ് അല്ലേ, ഞാനൊന്നുമല്ല എന്നുള്ള രീതി ഒന്നും അവരുടെ അടുത്ത് കാണിച്ചില്ല കേട്ടോ. അവരൊപ്പം ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെപ്പോലെ തന്നെയാണ് എന്നെ അവർ കെയർ ചെയ്തതും സംസാരിച്ചതും അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വലിയ അകൽച്ചയൊന്നും തോന്നിയില്ല. വളരെ സന്തോഷമായിട്ട് തന്നെ എനിക്ക് അവരുടെ കൂടെ ഒപ്പം ഇരിക്കാൻ പറ്റി. ഒരു ജാടയില്ലാത്ത ആൾക്കാരായിരുന്നു കേട്ടോ വന്നവരെല്ലാവരും. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആത്മവിശ്വാസത്തോടുകൂടി തന്നെ അവരൊപ്പം എനിക്ക് ഇരിക്കാൻ പറ്റി. പിന്നെ ഷാജൻ ചേട്ടനെ അറിയാമെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം. എല്ലാവരും തന്നെ എന്നെ അറിയും എന്ന്. പിന്നെ മാളവിക ആർട്ടിസ്റ്റോട് നൗഷാദൊക്കെ ചോദിച്ചപ്പോഴത്തേ പറഞ്ഞാൽ എനിക്കറിയാം എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് എന്നോട് ചോദിച്ച് ഫേമസ് ആയി പോയല്ലേ ആള്, നല്ല ഫേമസ് ആയല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അതൊക്കെ എനിക്ക് ഭയങ്കര അഭിമാനമായിരുന്നു. അങ്ങനെ ഒത്തിരി സന്തോഷത്തോടു കൂടി ഇരുന്നു. പിന്നെ എനിക്ക് ആ കുഞ്ഞിനെ വിട്ട് പൂവൊക്കെ തന്നു കേട്ടോ. ആ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ കോപ്പിറൈറ്റ് അടിച്ചില്ലായിരുന്നു. കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷിക്കുന്ന കാര്യങ്ങളാണ് എന്നെപ്പറ്റി വിളിച്ച് പറഞ്ഞ് മൈക്കിൽ പോയി വിളിച്ച് പറഞ്ഞിട്ട് ഫ്ലവർ തന്നതൊക്കെ കേട്ടോ. എനിക്ക് എന്നാണ് ഒത്തിരി സന്തോഷവും കാര്യങ്ങളൊക്കെ ആയി. എനിക്ക് ഇത് കാണിക്കാൻ പറ്റാത്തൊരു വിഷമമുണ്ട്. എല്ലാവരും കമൻസിൽ കൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു, സുധിമോളെ എന്താണ് ഈ വീഡിയോ ഇടാത്തത്, ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട്, സുധിമോളെ എന്താ കാണിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് ഞാനിത് കാണിക്കാൻ മടിച്ചത്. എന്തായാലും എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ സാജൻ ചേട്ടനെ മൈക്കിൽ കൂടെ പറയാനായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സാജൻ ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. എല്ലാവർക്കും നമസ്കാരം. ഈ മോണിറ്ററിൽ ഇച്ചിരി വോയിസ് തരാമോ ഇതിൻ്റെ മൈക്കിൻ്റെ? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇന്നത്തെ ഈ ഈവനിങ്ങിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ പറ്റിയതിൽ. സത്യം പറഞ്ഞ് ഇവിടെ വന്നപ്പം ഒരുപാട് സന്തോഷം തോന്നിയെന്ന് പറയാൻ കാരണം ഇതൊരു സ്കൂൾ ആനിവേഴ്സറിയുടെ ഒരു സീസൺ ആയതുകൊണ്ട് 1-2 സ്കൂളുകളിൽ ഫംഗ്ഷന് പോയിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ഒരു സ്കൂളിൽ പോയൊരു ഫീല് കിട്ടിയത് ഇവിടെ വന്നപ്പോഴാണ്. നിങ്ങൾ പൊളിയാണ്. അവിടെ നിന്ന് വന്നപ്പോൾ മുതൽ ഒരു സൈഡിൽ ആൺകുട്ടികൾ ഡാൻസ് ചെയ്യുന്നു, ഇവിടെ പെൺകുട്ടികൾ ഡാൻസ് ചെയ്യുന്നു. ആടി പൊളി, നിങ്ങൾ തകർക്കുക. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാം. ഗംഭീരമായിട്ടുണ്ട്. നമ്മളിതുവഴി പോകുമ്പോഴൊക്കെ ഈ സ്കൂള് ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഈ സ്കൂളിന് ഇത്രയധികം സിനിമയുമായിട്ടും സിനിമാക്കാരുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഇന്ന് ശ്രീ ബാദുഷ വിളിക്കുമ്പോഴാണ്. ഞങ്ങളൊക്കെ സിനിമാക്കാർ വളരെ സ്നേഹത്തോടെ ബാദു എന്ന് വിളിക്കും. ബാദു 2 ദിവസം മുമ്പ് വിളിച്ചിട്ടാണ് പറഞ്ഞത്, ഇങ്ങനെ ബാദു പഠിച്ച സ്കൂളിൽ ആനുവൽ ഡേ ആണ്, ഒന്ന് വരണം. ഞാൻ മാത്രമല്ല മമ്മൂക്കയും പഠിച്ച സ്കൂളാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു ലോഡ് കലാകാരന്മാരും കലാകാരികളും ഉള്ളൊരു സ്കൂളിലേക്കാണ് വന്നിരിക്കുന്നത്. സംവിധായകനുണ്ട്, അതുപോലെ അഭിനേതാക്കളുണ്ട്, ഹാസ്യ പരിപാടി അവതരിപ്പിക്കുന്ന സഹോദരിയുണ്ട്, ഒപ്പം ബാദു ഗംഭീരൊരു പ്രൊഡ്യൂസറുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും സിനിമയുമായിട്ടും ഒരു കലയുമായിട്ടും ഒരുപാട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്കൂളാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഒരുപാട് 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 സന്തോഷമുണ്ടെന്നുള്ള കാര്യം. ബാദുവിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് പേഴ്സണലി വളരെയധികം ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. കാരണം സ്വന്തം പ്രയത്നം കൊണ്ട് മലയാള സിനിമയിലേക്ക് വന്നു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഞങ്ങളൊക്കെ ഒരേ സമയത്ത് സിനിമയിലേക്ക് വന്ന് സ്ട്രഗിൾ ചെയ്ത് വന്ന കൂട്ടത്തിലുള്ളതാണ് ഞാനും ബാദുവൊക്കെ. ബാദു ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് വന്ന് അവിടെ നിന്ന് പ്രൊഡ്യൂസറായിട്ട് വളർന്ന് ഇപ്പം ബാദു ചെയ്യാത്ത അല്ലെങ്കിൽ ബാദു കൈവെക്കാത്ത മേഖലകളില്ല എന്ന് വേണമെങ്കിൽ പറയാം. മലയാള സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോളറായി, പ്രൊഡ്യൂസറായി, ഡിസ്ട്രിബ്യൂട്ടറായി, ഇപ്പം എന്നെപ്പോലുള്ള പാവ അഭിനേതാക്കൾക്ക് പണി തരാൻ വേണ്ടി കുറേ നാളായിട്ട് അഭിനയം കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ എന്തൊരു പ്ലാൻ ഉണ്ടെന്ന് ഇങ്ങനെ എന്തൊരു ന്യൂസ് കേട്ടു. അതും നടക്കട്ടെ. കാരണം നമ്മളെല്ലാം മുന്നോട്ട് നയിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സ്വപ്നങ്ങളാണല്ലോ, അല്ലേ? സ്വപ്നങ്ങൾ ഉണ്ടാവണം, ഒരുപാട് ഒരുപാട് വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവണം. ആ സ്വപ്നങ്ങളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ കണ്ട ഇതേ എനർജിയിൽ ഒരുപാട് മാതാപിതാക്കളുണ്ടെന്ന് തോന്നുന്നു. നമ്മളിതുപോലുള്ള സ്കൂളിലൊക്കെ ചെല്ലുമ്പം ടീച്ചേഴ്സ് പറയാനുണ്ട്, പിള്ളേരെ എന്തെങ്കിലും ഒരു 2 വാക്ക് പറഞ്ഞൊന്ന്
മോട്ടീവ് ചെയ്തേക്കണം കിട്ടുമെന്ന്. ഞാൻ സാധാരണ സ്കൂളുകളിൽ പോകുമ്പം പിള്ളേരോട് ഒന്നും പറയാറില്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികളോട് ഒന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളൊന്നും പഠിച്ചിരുന്ന സമയമല്ല, അവർ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് മാതാപിതാക്കളോടാണ്, ദയവ് ചെയ്ത് നിങ്ങൾ കുട്ടികളോട് പഠിക്കെന്ന് പറഞ്ഞ് അവരെ ശല്യം ചെയ്യരുത്. അവരെ പഠിച്ചോളൂ. അവർക്ക് അവരുടേതായ ഒരു വിഷനുണ്ട്, അവർ എവിടെ എത്തണം എന്ന് അവർക്കറിയാം. അവർക്ക് നന്നായി പഠിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനുള്ളൊരു അന്തരീക്ഷം നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുക. അവർക്ക് സ്വപ്നം കാണാൻ അവരെ പഠിപ്പിക്കുക, ആ സ്വപ്നങ്ങളിലേക്ക് അവരെ പോകാൻ അവരെ കൈപിടിച്ച് നടത്തുക. അത്രയും ചെയ്താൽ മതി, അവരൊക്കെ നന്നായിട്ട് പഠിച്ചോളും എന്നാണ് എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഈ സ്കൂളിൽ വന്നപ്പോഴാണ് ഞാൻ പഠിച്ച സ്കൂളും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 4ാം ക്ലാസ് പഠിച്ചപ്പം പാടിയ ആദ്യം പ്രൈസ് മേടിച്ചൊരു പാട്ട് ഒരു 4 പേര് പാടിക്കോട്ടെ. നിങ്ങൾ നല്ലൊരു ഗൈഡ് തരാമെങ്കിൽ പാടാം. എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ്, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലാലേട്ടൻ അഭിനയിച്ച നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് എന്ന സിനിമയിലെ പാട്ടാണ്. അതാണ് ഞാൻ ആദ്യമായിട്ട് പാടി എനിക്കൊരു ചെറിയ ഒരു എന്തോ സോപ്പൂട്ടി എന്തായാലും തോന്നുന്നൊരു പ്രൈസ് കിട്ടിയത്. അപ്പം ആ പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാൻ ശ്രമിക്കാം. ഓക്കെ. 1000 കണ്ണുമാ കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. 1000 കണ്ണുമാ കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. പിന്നെ ഞാൻ എവിടെ പോയാലും പറയുന്ന ഒരു പേരുണ്ട്. ആ പേര് ധാരിയാണെങ്കിൽ അല്ലെങ്കിൽ ആ മനുഷ്യനാണ് ഞാൻ മലയാള സിനിമയിലേക്ക് വരാൻ ഒരു കാരണക്കാരൻ. അത് മറ്റാരുമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ കലാഭവൻ മണിച്ചേട്ടൻ. അതുകൊണ്ട് തന്നെ ഏത് വേദിയിൽ ചെന്നാലും മണിച്ചേട്ടനെ കുറിച്ച് 2 വാക്ക് പറയാതെ പോകാൻ പറ്റില്ല. മണിച്ചേട്ടൻ നായകനായിട്ട് അഭിനയിച്ച മൈ ഡിയർ കരടി എന്ന സിനിമയിലൂടെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് 99. അപ്പോൾ ഇതെൻ്റെ 25ാമത്തെ വർഷമാണ് മലയാള സിനിമയിൽ. അപ്പോൾ അതും ഒരു വലിയ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മണിച്ചേട്ടൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. പഴയതുപോലെ വലിയ പ്രാക്ടീസ് ഒന്നുമില്ല, പക്ഷെ ഇവിടെ വന്ന് നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ ഡാൻസും നിങ്ങളുടെ ഒരു വൈബും കണ്ടപ്പം മണിച്ചേട്ടൻ്റെ ഒരു 2 വരി ശബ്ദവും ഒരു 2 വരി പാട്ടും പാടണമെന്ന് തോന്നി. അതും കൂടെ ഒന്ന് ശ്രമിക്കുകയാണ് കേട്ടോ. പ്രിയമുള്ള കലാപ്രേമികളെ, ഇത് ഞാനാ കലാഭവൻ മണി. മേനകെ, നീ എന്തൊട്ട് വർത്താനെ പറയണേ? പട മേടിച്ച പന്തളത്ത് പന്തളത്ത് പണ്ടാറാണ്ട് പറഞ്ഞല്ല. ആ ചേച്ചിയുടെ ചിരി കണ്ടില്ലേ? മണിപ്പേഴ്സ് ചേച്ചി, ഐ ലവ് യു. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ, നെയ്യുള്ള കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണ്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ, നെയ്യുള്ള കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണ്. അപ്പോൾ താങ്ക് യു. എന്നാലും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ഈ വർഷത്തെ ആനുവൽ ഡേ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഒരുപാട് സന്തോഷം. ഇത്രയും വലിയ ഒരു സദസ്സിൻ്റെ ഒപ്പം വളരെ സഹൃദയരായിട്ടുള്ള ദൃശ്യം 3 ഉണ്ടെന്നാണ് പറയുന്നത്. അതിന് ഒരേ ഒരു കാരണക്കാരനായിട്ട് ഇരിക്കുന്ന ആള് ഇദ്ദേഹത്തിൻ്റെ അസ്ഥിയും തിരഞ്ഞുകൊണ്ടുള്ള പോക്കാണ്. അറിഞ്ഞുകൂടാ ആരൊക്കെയാണ് 3 ഉണ്ടാകുക എന്നുള്ളത്. എന്തായാലും ഒരുപാട് സന്തോഷം. റോഷനെ കുറേ നാളുകൂടിയാണ് കാണുന്നത്. ഒരുപാട് സുഹൃത്തുക്കൾ വേദിയിലുണ്ട്. ജയരാജ്, അതുപോലെ തന്നെ മാളവിക, ഒരുപാട് പേരുണ്ട്. ബിജു, എല്ലാവരും ഒരുപാട് സന്തോഷം. ബാദു, ഇതുപോലൊരു ദിവസം എന്നെയും കൂടെ ഇതിൻ്റെ ഒരു ഭാഗമാക്കിയതിന് ഒരുപാട് സന്തോഷം. ഇന്ന് കുറച്ച് ലേറ്റായി, 18-ാം തീയതിയായി, 17-ാം തീയതി ആയെങ്കിലും എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ഞാൻ ആശംസിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ, നല്ലത് സംസാരിക്കാനും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, ഗംഭീരമായിട്ടിരിക്കുക. താങ്ക് യു.
പിന്നെ എല്ലാവരും ക്ഷമിക്കുക. ഞാൻ സംസാരിച്ച സമയത്ത് എൻ്റെ കൊച്ചുങ്ങൾ അവിടെ തുള്ളാനും ചാടാനും കൂട്ടുകാരുടെ കൂടെ കളിക്കാനും പോയതുകൊണ്ട് മാത്രം ഞാൻ സംസാരിക്കുന്ന വീഡിയോ അവർ എടുത്തില്ല. അപ്പോൾ രേഷേട്ടയ്ക്ക് ആ സമയം എന്തൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നുകൊണ്ട് വേറെ പോകേണ്ട വന്നു. അപ്പോൾ വീഡിയോ എത്ര എടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഇത്ര ദിവസം വീഡിയോ ഇടായിരുന്നത്. എന്നാൽ സുണ്ടപ്പൻ ചേച്ചിമാർ സ്കൂളിൽ പോയി തകർത്ത് വാരുമായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ്, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക,